ഫ്രണ്ട്സ്, വെൽക്കം ടു ട്വിൻസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ ട്വിൻസ് വേൾഡിലാണ് വരാൻ പോകുന്നത്. എൻ്റെ ചാനലിലല്ല, എല്ലാ പ്രാവശ്യവും എൻ്റെ ചാനൽ ഇടാറ്. അപ്പോൾ ഇപ്രാവശ്യം അവരുടെ ചാനൽ ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്കൂൾ ഷോപ്പിംഗ്, ബാക്ക് ടു സ്കൂളൊക്കെ വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വീഡിയോ ഇടാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് പിന്നെ മുതൽ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നതാണ്. സ്കൂൾ ഷോപ്പിംഗ് ആണ് വീഡിയോ. അപ്പോൾ ഇത് ചിലപ്പോൾ 2 പാർട്ടാക്കിയിട്ട് ഇടേണ്ടി വരും. എന്താ നമുക്ക് കണ്ടറിയാം. പിന്നെ ഇവരും കൂടി ആയിട്ടാണ് നമ്മൾ സ്കൂളിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവാറ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ചാനലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു ദിവസം അല്ലാതെ തന്നെ മേടിക്കാൻ പറ്റിയെന്ന് വരാൻ പറ്റില്ല. കാരണം നമുക്ക് സമയം ഉണ്ടാവില്ല ചിലപ്പോൾ, അല്ലേ? അങ്ങനെ അപ്പോൾ മിക്സ് ആവും. ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇടും കേട്ടോ. അങ്ങനെയാണേ. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇനി ഇറങ്ങി. അപ്പോൾ അതേ അമ്മ കാർ എടുക്കാറുണ്ട്. അപ്പോൾ ചേച്ചി വ്ളോഗ് എടുക്കുന്നുണ്ട്, ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതാണ് അവളിങ്ങനെ വീഡിയോ എടുക്കണത്. അപ്പോൾ നഴ്സ് ഇതേ ഗേറ്റൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ ചാവക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആസ് ഓൾവേസ് നമ്മൾ എപ്പോഴും ജെല്ലി സ്റ്റോഴ്സിലേക്ക് തന്നെയാണ് പോകാറുള്ളത്. സ്കൂൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഇപ്രാവശ്യം ജെല്ലി സ്റ്റോഴ്സിലേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഗൈസ്, പിന്നെ സൂപ്പർ കളക്ഷൻസ് ആയതുകൊണ്ട് പിന്നെ അവിടേക്ക് തന്നെ പോകാൻ തോന്നാറുള്ളൂ കേട്ടോ. പിന്നെ അവിടെ കൊറിയൻ ബാഗ്സ്, അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ ബോട്ടിൽസ് ആയാലും വെറൈറ്റി ഐറ്റംസ് ആണുള്ളത്. പിന്നെ പൗച്ചായാലും കവായി ആയിട്ടുള്ള പൗച്ചും അങ്ങനെ ലാമ്പും അങ്ങനെ പല സാധനങ്ങൾ അവിടെ കിട്ടും കേട്ടോ. പിന്നെ ആദ്യം കയറിയ പാടെ ഞങ്ങൾ ബോട്ടിൽസാണ് നോക്കിയത്. അപ്പോൾ ബോട്ടിൽസ് നോക്കി. പിന്നെ ഞങ്ങൾ കുറച്ച് വലിയ സൈസുള്ളത് നോക്കി. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു പിങ്ക് ചെറിയ കുഞ്ഞിതാണ്. ഞങ്ങളധികം അങ്ങനെ വെള്ളം കുടിക്കാറില്ല, കൂടുതൽ അവിടെ പോയി കഴിഞ്ഞാൽ വേസ്റ്റ് ആക്കാറാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഞ്ഞൊരു ബോട്ടിലാണ് ഞങ്ങൾ മേടിച്ചത്. ഞങ്ങൾക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല അടിപൊളി ക്യൂട്ടും ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ചേച്ചി മേടിച്ചില്ല കേട്ടോ. ചേച്ചി വേറൊരു ഷോപ്പിംഗ് വീഡിയോ വരുന്നുണ്ട്. പിന്നെ 3 പേർക്കും കൂടി ഇന്ന് വാങ്ങാൻ ശരിയാവില്ല കേട്ടോ. അപ്പോൾ ചേച്ചി വേറെ ദിവസം വന്ന് മേടിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ പെന്നിൻ്റെ കളക്ഷൻസിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി ഏതൊക്കെ പെന്നാണ് നല്ലത് എന്നൊക്കെ നോക്കി. അപ്പോൾ അതിൽ ഈ ബ്ലൂ നല്ലൊരു പെന്നായിരുന്നു. അങ്ങനത്തെ ഒരു പാക്കറ്റ് നമ്മൾ എടുത്തു. പിന്നെ നഴ്സ് ഒരു പെന്നെടുത്തു, ഞാനൊരു പെന്നെടുത്തു കേട്ടോ. അപ്പോൾ ഈ 2 പെന്നാണ് ഞങ്ങൾ എടുത്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി. പിന്നെ സാധനങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോ ചേച്ചി എന്തായാലും ഹോൾ വീഡിയോ ഇട്ട് ഇടും കേട്ടോ. എന്തായാലും ഇടുന്നതാണ് ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ. പിന്നെ ഇത് കണ്ട ഒരു ബോട്ടിലാന്ന് തീരെ തോന്നില്ല. നമ്മൾ ആദ്യം വിചാരിച്ച എമർജൻസി ആണെന്നാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. ഭയങ്കര വെറൈറ്റി ബോട്ടിൽസ് ഉണ്ട് അവിടെ. പിന്നെ പൗച്ചസ് ആയാലും ബോക്സസ് ആയാലും കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് അവിടേക്ക് പോയിക്കോളൂ കേട്ടോ. പിന്നെ പൗച്ചൊക്കെ എടുക്കാനെന്ന് പറയുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം ഏത് പൗച്ചിടും, ഏതൊക്കെ എടുക്കണം, ഭയങ്കര അടിപൊളി കളക്ഷൻസ് ആയതുകൊണ്ട് ഏതെടുക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞങ്ങൾ മേലേക്ക് പോയി. മേലെയാണ് ടിഫിൻ ബോക്സൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ടിഫിൻ ബോക്സൊക്കെ എടുത്തു. പിന്നെ വലിയൊരു ടിഫിൻ ബോക്സാണ് എടുത്തത്. മുൻപത്തെ പ്രാവശ്യത്തെ ഞങ്ങൾ ടിഫിൻ ബോക്സ് ഇവിടുന്ന് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ചേച്ചിയും നഴ്സൊക്കെ അവിടെ മേലെ നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് തന്നെയാണ് നമ്മൾ ബാഗ് മേടിച്ചത് കേട്ടോ. മേലത്തെ സെക്ഷനിൽ കുറേ ബാഗുകളുണ്ട്. ശരിക്കും ബാഗ് വാങ്ങുന്നില്ല എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വാങ്ങുന്നില്ല, മുൻപത്തെ പ്രാവശ്യം തന്നെ യൂസ് ചെയ്യാമെന്നാണ്. പിന്നെ അവിടെ പോയപ്പോൾ ബാഗ് കാണുമ്പോൾ കൊതിയാവുമായിരുന്നു. കാരണം എങ്ങനത്തെ നമുക്ക് ഈ കൊറിയൻ്റെ പോലത്തെ കുറേ കളക്ഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അതിങ്ങനെ മേടിക്കാൻ തോന്നുകയാണ്. സോ അമ്മ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, നിങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് മേടിച്ചത്. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, നഴ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ടിഫിൻ ബോക്സ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ. എക്സ്ട്രാ ഒരു കറിപ്പാത്രം കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെൻ്റെ നഴ്സിൻ്റെ ആ ഒരു ഡാർക്ക് ബ്ലൂ. അപ്പോൾ കണ്ടോ, ഇനി അമ്മയുടെ ചേച്ചിയുടെയും ഫോട്ടോ എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിഫിൻ ബോക്സ് നോക്കിയിട്ടോ. ഈ ഒരു ടിഫിൻ ഭയങ്കര വെറൈറ്റിയാണ്. നമ്മൾ കുട്ടികൾക്ക് ഇതേപോലത്തെ ടിഫിൻ ബോക്സൊക്കെ കൊടുത്തേക്കും. നല്ല അടിപൊളിയാണ് കേട്ടോ. കുറേ സ്പേസ് ഉണ്ട് ഇതിൽ. സ്പൂണൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. അതിൻ്റെ പല ഷെയ്ഡുകളും വരുന്നുണ്ട് കേട്ടോ. കുറേ സാധനങ്ങൾ, കുറേ ഫുഡ് അതിൽ വെക്കാൻ പറ്റും. പിന്നെ അതേ ഞങ്ങൾ ബാഗിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടോ. അപ്പോൾ നഴ്സ് പറയുമോ അടിപൊളി കളക്ഷൻ ചെയ്തെടുക്കുക. ഇതല്ല ഞങ്ങളെടുത്തൊരു കൊറിയൻ ബാഗ് പോലത്തെ ഒരു ബാഗാണ് കേട്ടോ എടുത്തത്. ചേച്ചി എന്തായാലും ഹോൾ വീഡിയോ കാണിക്കുന്നതാണ്. കണ്ടില്ലേ ഗൈസ്, ഈ ബ്ലൂ ഒക്കെ കണ്ടില്ലേ ഗൈസ്, അടിപൊളിയാണ്.
അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്തു. ഇത് നോക്കി, പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ അല്ല വേണ്ടായിരുന്നത്, ഇങ്ങനത്തെ ഡിസൈനുള്ളത് വേണ്ട, ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ളതൊന്നും മതി എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതൊക്കെ നോക്കി ഞങ്ങൾ. അപ്പോൾ നെർസിന് ഇഷ്ടപ്പെട്ടത് നെർസ് എടുത്തു, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാനും എടുത്തു. അപ്പോൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ ബാഗുകളാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഗൈസ്, ഇനി അടുത്തത് ഞാനാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ മിക്സ് ആയിരിക്കും, കാരണം ഫസ്റ്റ് സ്റ്റാർട്ടിങ് നീലു പറഞ്ഞു, ഇനി ഞാൻ പറയും, ഇനി അങ്ങോട്ട് ബാക്കി നെർസും പറയും കേട്ടോ. അപ്പോൾ ഏതായാലും 3 പേരുടെയും മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നീലുവിനും നെർസിനും സത്യം പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും സിമിലർ ബാഗാണ് എടുക്കുക. സിമിലർ എന്നല്ല, സെയിം ബാഗാണ് എടുക്കുക, കളർ മാത്രമേ വ്യത്യാസമാക്കാറുള്ളൂ. ഇപ്രാവശ്യമാണെങ്കിൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ മറ്റാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ 2 പേരും 2 മോഡൽ ബാഗുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നെർസി ഈ ഒരു പർപ്പിളായിരുന്നു എടുത്തത് കേട്ടോ. നമ്മൾ തുറന്നൊക്കെ നോക്കി, നല്ല സ്പേഷ്യസ് ആയിരുന്നു. സാധാരണ ഇങ്ങനെ നല്ല കാണാൻ ഭംഗിയുള്ള ബാഗുകൾക്ക് സ്പേസ് എന്ന് വെച്ചാൽ വളരെ കുറവായിരിക്കും. പക്ഷേ ഇതിൽ ഒറ്റ സിബിലാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ ഡിവൈഡർ ഉണ്ട്. അത് പോരാഞ്ഞിട്ട് വേറെ 3 സിബ് ഉണ്ട്. കൂടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് കുഞ്ഞിതായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. സൈഡിൽ വാട്ടർ ബോട്ടിലും വെക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ കൂടെ അടിപൊളിയല്ലേ, അത് നല്ല ക്യൂട്ടുമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതെടുത്തു. ബാഗ് ഒരു നമ്മുടെ പ്ലാനിങ്ങിലേ ഉണ്ടായിരുന്നില്ല. അതായത് വീട്ടിൽ നിന്ന് പ്രോപ്പറായിട്ട് ഒരു ലിസ്റ്റൊക്കെ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അനാവശ്യമായിട്ട് ഒന്നും വാങ്ങരുത് എന്നുള്ളൊരു ഇതിലായിരുന്നു. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എല്ലാം അതും ആവശ്യമുള്ളത് തന്നെയായിരുന്നു. പക്ഷേ എക്സ്ട്രാ ആയിട്ട് വന്നത് ഈ ബാഗ് മാത്രമായിരുന്നു. ബാഗ് നമ്മൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നീലും ഈ ഒരു ബാഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞി ഡോളൊക്കെ വരുന്നുണ്ട്. 2 പേര് 2 കളർ ബാഗാണ് കേട്ടോ എടുത്തത്. നെർസ് ആസ് ഓൾവേസ് പർപ്പിളാണ്, അവൾക്ക് അതാണ് ഇഷ്ടപ്പെട്ട കളറ്. നീലൂര് പിന്നെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഒരു സാധനം വാങ്ങണമെങ്കിൽ അവൾ ഇഷ്ടപ്പെട്ട കളറിനാവണം അങ്ങനെയൊന്നുമില്ല നെർസിന്. പിന്നെ എന്തെങ്കിലും കണ്ടാൽ അത് പർപ്പിൾ ഉണ്ടോ എന്ന് അവളൊന്ന് അന്വേഷിക്കും, ഉണ്ടെങ്കിൽ അത് വാങ്ങും കേട്ടോ, ആ ഒരു ടൈപ്പാണ്. പക്ഷെ നീലുവിന് അങ്ങനെയൊന്നുമില്ല, അവൾക്ക് കണ്ടാൽ ഇഷ്ടപ്പെട്ട അത് മതി, പിങ്ക് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ താഴത്തേക്ക് വന്നു. അവിടുന്ന് പെൻസിൽ, റേസർ, ഷാർപ്പനർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുത്തു. പെൻസിലൊന്നും അധികം ആവശ്യം വരില്ല, അതുകൊണ്ട് അപ്സരയുടെ ഈ ഒരു 2 പാക്കറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പെന്നുകൊണ്ടാണ് നമ്മൾ 5ാം ക്ലാസ് മുതൽ അങ്ങോട്ട് എഴുതുക. അപ്പോൾ അതുകൊണ്ട് വെറുതെ കുറേ പെൻസിൽ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ സ്റ്റിക്കി നോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, വലുതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ താഴെ ചെറുതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നെർസിനായിരുന്നു സ്റ്റിക്കി നോട്ട്സ് വേണ്ടത്. നീലിപ്പോൾ വേണ്ടാന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് സ്കൂൾ തുറന്നാൽ ഞങ്ങളുടെ 2 പേരുടെയും പകുതി അവൾ കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു ഉടായ്പുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പ്രത്യേകം ഇത് പറഞ്ഞിട്ടാണ് എടുത്തത്. പിന്നെ ഇങ്ങനത്തെ നല്ല ക്യൂട്ട് ക്ലിപ്പുകൾ വന്നിട്ടുണ്ട്. നല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബ്രൗൺ കളറൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം ഒന്നും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടില്ല കേട്ടോ, അതാണ് എടുക്കാതിരുന്നത്. അല്ലെങ്കിൽ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാനും എടുക്കേണ്ടതായിരുന്നു. ഞാൻ വേറെ ദിവസം വരാനാണ്. കാരണം 3 പേർക്കും കൂടെ ഒരുമിച്ച് ഒരു ദിവസം പർച്ചേസിങ് നടത്തിയാൽ ഗൈസ് തൊപ്പി തെറിക്കും. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് എന്ന പർച്ചേസിങ് വേണ്ടാന്ന് വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ചുമ്മാ അവരുടെ കൂടെ ഓരോ സാധനങ്ങൾ നോക്കിയതാണ് കേട്ടോ. ഇതിപ്പോൾ ഇവർക്കും കൂടെ ഉള്ള പർച്ചേസിങ് കൂടെ ആയതുകൊണ്ട് ഈ ചാനൽ ഇടാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എനിക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇടാം കേട്ടോ. എൻ്റെ പിന്നെ വേറെ ചിലപ്പോൾ സ്കൂൾ മാറും, ചിലപ്പോൾ സ്കൂൾ മാറില്ല. അഥവാ മാറിയാൽ തന്നെ നമ്മൾ വേറൊരു എൻവിയോൺമെൻറ്റിലേക്കാണ് പോവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താ പറയുക, നമുക്ക് ഇത്രയും കാലം കൊണ്ടുപോയിരുന്ന രീതിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇത്രയും കാലം എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിലുള്ളവർക്കൊക്കെ ഞാൻ ഇങ്ങനെയാണ് കൊണ്ടുപോകുക എന്ന് എല്ലാവർക്കും എന്നല്ല, പക്ഷെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇനിയിപ്പോൾ +1 ആകുമ്പോൾ നമ്മളൊന്നുകൂടെ വലുതായി. അപ്പോൾ ഞാൻ യൂഷ്വലി എടുക്കുന്ന പോലെ കുഞ്ഞി ടിമിറ്റിയൊക്കെ കുത്തി അങ്ങനെയൊക്കെ പോയി അവർ വലിയ ക്യൂട്ട്നെസ് ആണെന്ന് വിചാരിക്കുക. എനിക്ക് അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയൊരു കൺഫ്യൂഷനിലായിരുന്നു. അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് ഷോപ്പിംഗ് വീഡിയോയിലോട്ട് വരാം. ഫയലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫയലൊക്കെ ഭയങ്കര അത്യാവശ്യമാണ്. വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, പക്ഷെ ഉള്ളത് മറ്റേ സ്റ്റിക്ക് ഫയലാണ്. അതിൻ്റെ സ്റ്റിക്ക് പൊട്ടി, പിന്നെ കുറേ എണ്ണത്തിൻ്റെ ഫയലാണ് കീറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലതൊക്കെ ഉള്ളത് ഞങ്ങൾ എടുത്തു വെച്ചു. പിന്നെ 2 എക്സ്ട്രാ ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാനായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടുന്ന് ഫെവിക്കോളോ ഫെവിക്കോളല്ല CD മാർക്കറായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അത് വാങ്ങി. പിന്നെ വരള്ള പേപ്പർ വാങ്ങി. വരള്ള മറ്റേ A4 ഷീറ്റും ഉണ്ട്, അതുപോലെ ഈ വരള്ള പേപ്പറില്ല, നമ്മൾ ഈ ക്ലാസ് ടെസ്റ്റൊക്കെ എഴുതുമ്പോൾ ഇങ്ങനത്തെ പേപ്പറാണ് നല്ലത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രാമായണം ഇംഗ്ലീഷിലുള്ളതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീലുവിന് അത് വേണോ വേണ്ടോ എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു, പക്ഷെ അവൾ അത് വാങ്ങിയില്ല. നെർസ് ഇവിടെ ഈ ഒരു ഇതിനെന്തോ പേരുണ്ട്, സ്കൂട്ടർ പോലത്തെ ഒരു സംഭവമാണ് കുട്ടികളുടെ. അപ്പോൾ അതിങ്ങനെ 2 പേരും അവിടെ ഓടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട് നിറയെ ബാഗുകളാണ് കേട്ടോ, നിറച്ച് ബാഗുകളാണ്. ഫ്രണ്ട്സിലല്ല ഫ്രണ്ട് ഫുള്ള്. പിന്നെ സൈഡിൽ നോക്കുമ്പോൾ ബുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കേട്ടോ. അപ്പോൾ എന്തൊക്കെ വാങ്ങി എന്നുള്ളത് ഞാൻ എൻ്റെ ചാനലിൽ കറക്റ്റായിട്ട് വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. നെർസിന് കുറച്ച് ഭാഗം വോയിസ് ഓവർ ചെയ്താൽ മതി എന്ന് അവൾ പറഞ്ഞു. അവൾക്ക് ജലദോഷം ഉള്ളതുകൊണ്ട് സൗണ്ട് പോയിട്ടിരിക്കുക. അപ്പോൾ ഓവറായിട്ട് സ്ട്രെയിൻ എടുക്കുമ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഡ്യൂറേഷൻ ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവിടെ കടയിൽ
പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് നീലു ആ ഒരു ഡാൻസ് മോഡിൽ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്കൂട്ടറിൽ പോയി കളിക്കുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇവർ കുറച്ച് നേരം ഇവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ബോറടിച്ച് തുടങ്ങി. ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയി ഞാൻ ഫുൾ ടൈം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവമാണെങ്കിൽ കേട്ടോ. ഇവർക്ക് ഇഷ്ടപ്പെട്ട സംഭവമായിട്ട് ഇവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ രണ്ടുപേരും സ്കൂട്ടറൊക്കെ ഓടിച്ച് നടക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ സ്കൂട്ടർ തന്നെ തോന്നുന്നു പറയാം, ചിലവരങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ആദ്യം നെറിച്ച് ഓടിച്ചു. ഇവിടെയും തല്ലൂട്ടായിരുന്നു കേട്ടോ, രണ്ടുപേർക്ക് ഓടിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് നീല ഓടിക്കാൻ വേണ്ടി നിന്നു. നെറിച്ച് ഓടിക്കാൻ നിൽക്കുമ്പോഴേക്കും ഫ്രണ്ടിൽ കൂടെ കുറേ ആൾക്കാർ പോയിട്ടോ. അപ്പോൾ എന്തൊക്കെയോ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഗൈസ്, ചേച്ചി നീല പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വന്നിട്ടുണ്ട് വോയിസ് ചെയ്യാൻ. ഇപ്പോൾ നീല അവിടെ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഒരു അതിനെന്താ പറയുക, അങ്ങനത്തെ എന്താ പറയുക അറിയില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. അവിടെ കുറേ ബില്ലിങ് ഉണ്ടായതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മളിങ്ങനെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീല അതിൻ്റെ ഇടയിൽ ചെന്നിട്ട് കിരീടം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങ് തലേന്ന് വെച്ച് നോക്കിയിട്ടോ കിരീടം. അതിൻ്റെ അവിടെ നല്ല ഫാൻ ഉണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് അപ്പോൾ ഇതാണ് ഒക്കെയാണ് സംഭവങ്ങൾ. ഇപ്പോൾ നമ്മളിങ്ങനെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാം ബില്ല് ചെയ്ത് കഴിഞ്ഞു നമ്മൾ കവറിലാക്കി പോവുകയാണ്. അപ്പോൾ അവർ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിം ചൂസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതാണ് ചൂസ് ചെയ്തൊരു 7 ഹോഴ്സിൻ്റെ ഒരു ഫ്രെയിമാണ്. അതിൽ ഡ്രസ്സിൻ്റെ ആർട്ടൊക്കെ ഉള്ളതാട്ടോ, അതിൽ സ്റ്റോണൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പോൾ ഞങ്ങളോട് ചൂസ് ചെയ്യാൻ പറഞ്ഞു, ഞങ്ങൾ ചൂസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്കത് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത് നേരെ നമുക്ക് സ്മൂച്ചോയിൽ പോകാനുള്ളതാണ് പ്ലാന്. അപ്പോൾ നേരെ നമ്മൾ സ്മൂച്ചോയിൽ പോവുകയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും നീലും അമ്മയും കൂടിയിട്ട് ഒരു ഷോർട്ട് വീഡിയോയിൽ സ്മൂച്ചോയിൽ പോണത്. അപ്പോൾ എനിക്കതൊക്കെ കേട്ട് എനിക്ക് ദേഷ്യം വന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൂട്ടാണ്ടല്ലേ പോയത്. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പോകണമെന്നുണ്ടാവും. പക്ഷെ അവർ പോയപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ 3 പേരും 3 ഓർഡർ ചെയ്തത്. പിന്നെ അമ്മ എന്തോ ഒരു മലേഷ്യ മാംഗോ മിൽക്കാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് ഓർഡർ ചെയ്ത് ഞാൻ ചോക്കോ സുനാമി, ചേച്ചി പിന്നെ എന്തോ ഹേസൽനട്ട് കുനാഫ, പിന്നെ നീലു പിസ്ത കുനാഫയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആംബിയൻസ് അടിപൊളിയായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നീലുവിൻ്റെ ഇത് വന്നു, ചേച്ചിയുടെയും വന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടുപേരുടെ. നല്ല ക്രഞ്ചി ആയിരുന്നു, നല്ല ഇങ്ങനെ കടിക്കാൻ കുറേ കിട്ടുന്നുണ്ടായിരുന്നു. ചേച്ചിയുടെ പിന്നെ കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. പിന്നെ ചോക്ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ അതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല, എപ്പോഴാണ് വന്നത്. എൻ്റെ ചോക്കോസിനാമയായിരുന്നു. കുറേ ഫ്രൂട്ട്സും ഡ്രാഗൺ ഫ്രൂട്ട്സും കിവിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ലെവലെത്തുമ്പോൾ നല്ല മത്തടിച്ചു, എല്ലാവർക്കും മത്തടിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ട് കുറച്ച് അവർ വെള്ളം തന്നിട്ട് അപ്പോൾ വെള്ളം എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പുറത്തുണ്ടായിരുന്നു ഊഞ്ഞാലയിൽ ഞങ്ങളെ ആടിയിട്ട് നമ്മുടെ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോന്നു. അപ്പോൾ എനിക്കൊരു പേടി, അതൊരു എന്തെങ്കിലും അളകുമോ, അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ചൂടങ്ങോട്ട് തള്ളിയ മൊത്തി നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ സൺസ്ക്രീനൊക്കെ വരട്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ പുറത്തും ഉണ്ടിട്ട് നമുക്ക് സീറ്റ്സ് ഇരിക്കാൻ, ഉള്ളിൽ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉള്ളിലാണ് ഇരുന്നത് കേട്ടോ. പിന്നെ അതേ നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. ഞങ്ങൾ വന്ദനയെ കയറി. വന്ദനത്തെ ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, ഞങ്ങൾ പെട്ടെന്ന് മറന്നു പോയി. അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും വീഡിയോൻ്റെ എൻഡിങ് കാറിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പറയാം എടുക്കാം. പിന്നെ ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ടബിലൊക്കെ മേടിക്കേണ്ടതൊക്കെ വന്ദനയിൽ നിന്നാണ് മേടിച്ചത്. നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്ന വീഡിയോസ് ഇടുന്നത് ഇനിയിപ്പോൾ ചെരുപ്പെടുത്തിട്ടില്ല, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ പറയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ കമൻറ്റിൽ ഇടുക ഏതൊക്കെ വീഡിയോസ് ഇടുന്നതൊക്കെ, അത് നമ്മൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.